പ്രശസ്ത നാടകൃത്ത് തോപ്പിൽ ഭാസിയുടെ 100ാം ജന്മവാർഷിക ദിനമാണ് ഇന്ന്. നാടകങ്ങളിലൂടെ KPSCയെ ജനഹൃദയങ്ങളിലെത്തിച്ച തോപ്പിൽ ഭാസിക്ക് എഴുത്ത് രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു. നാടകത്തിന് പുറമെ ഒരുപാട് ചലച്ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതി പടങ്ങൾ സംവിധാനം ചെയ്തു. അവിടെയെല്ലാം പ്രവർത്തിച്ച മേഖലയിലെല്ലാം തോപ്പിൽ ഭാസി തൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ആദ്യവും അവസാനവും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന തോപ്പിൽ ഭാസി എഴുത്ത് രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള ആയുധമാക്കി മാറ്റി. അസാധാരണ സർഗശേഷി കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കി. തോപ്പിൽ ഭാസിയെപ്പോലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചാരണം സ്വന്തം എഴുത്തിലൂടെ ഫലപ്രദമായി നടപ്പിലാക്കിയ മറ്റൊരെഴുത്തുകാരൻ മലയാളത്തിലില്ല. സാമൂഹ്യ പരിവർത്തനത്തിന്റെ മുഖ്യമാധ്യമമായി തോപ്പിൽ ഭാസി തെരഞ്ഞെടുത്തത് നാടകത്തെയായിരുന്നു. ഭൂവുടമകൾക്കെതിരെ കർഷകരെ അണിചേർത്ത് നടത്തിയ സമരത്തിന്റെ ഭാഗമായ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സമയത്താണ് തോപ്പിൽ ഭാസി ആദ്യ നാടകമായ മുന്നേറ്റവും രണ്ടാമത്തെ നാടകമായ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയും എഴുതിയത്. നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ കൊള്ളരുതായ്മകൾ മുഴുവൻ ഞാൻ ഈ നാട്ടുകാരുടെ മുമ്പിൽ വിളിച്ചു കൊള്ളാൻ പോകുന്നു. ജാതീയതയ്ക്കും ജന്മിത്തത്തിനുമെതിരെ എഴുത്തിലൂടെ പ്രതികരിച്ച തോപ്പിൽ ഭാസിയുടെ എഴുത്തും ജീവിതവും രാഷ്ട്രീയവും അത്രമേൽ ഇഴചേർന്നു കിടന്നു. മുടിയനായ പുത്രൻ, പുതിയ ആകാശം പുതിയ ഭൂമി, അശ്വമേധം, സർവേക്കല്ല്, മൂലധനം, അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാൽ ശ്രദ്ധേയമായ ഒട്ടേറെ നാടകങ്ങൾ തോപ്പിൽ ഭാസി രചിച്ചതാണ്. സഹോദരിക്ക് രോഗമാണ് നിറഞ്ഞതിന്റെ വേദന ഞാൻ സഹിക്കുന്നു. ഇനി നമ്മുടെ അച്ഛൻ്റെ ഒരു കുഷ്ഠരോഗിയാണെന്ന് വരുത്തി തീർത്ത് നിങ്ങളുടെ എല്ലാം ഭാവി ഞാൻ കളയണോ? 100-ലധികം സിനിമകൾക്ക് തിരക്കഥ എഴുതി 16 സിനിമകൾ സംവിധാനം ചെയ്തു. നമുക്ക് മുടക്കാനുള്ള മൂലധനം നമ്മുടെ എല്ലാവരുടെയും ആബാലവൃദ്ധം ജനങ്ങളുടെയും ത്യാഗമാണ്. 1953 വള്ളികുന്നം പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റായി. 1954-ലും 57-ലും നിയമസഭാംഗമായി. പ്രവർത്തിച്ച മേഖലകളിലെല്ലാം നിറഞ്ഞുനിന്ന തോപ്പിൽ ഭാസി 1992 ഡിസംബർ 8-നാണ് വിടവാങ്ങിയത്. റിസർച്ച് ഡെസ്ക് 24. ഭാസി ചേട്ടനുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തോപ്പിൽ കൃഷ്ണപിള്ളയുമായിട്ടും ബന്ധമുണ്ടായിരുന്ന, കുടുംബമായിട്ടും പൊതുവേ നമുക്ക് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു നോവൽ പോലെ വായിച്ചു പോകാൻ കഴിയുന്ന ഒരു ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഒളിവിലെ ഓർമ്മകൾ. തീർച്ചയായിട്ടും ഒളിവിലും തെളിവിലും കഴിഞ്ഞ തോപ്പിൽ ഭാസിയുടെ ജീവിത കാലഘട്ടത്തിൻ്റെ അനാവരണമാണ് ഈ ആത്മകഥാപരമായ ഈ പുസ്തകത്തിലുള്ളത്. നിങ്ങൾക്ക് വായിക്കാം. എന്തായാലും ഈ വാർഷിക ദിനത്തിൽ ഒരുപാട് ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഭാവുകത്വ പരിണാമം ഉണ്ടാകുന്നതിലും കേരളത്തിലെ തൊഴിലാളി വർഗത്തിലേക്ക് ഒരു നാടകചിന്ത തിരികെ കയറ്റുന്നതിനുമൊക്കെ വലിയ സ്ഥാനം വഹിച്ച സംഭാവന നൽകിയ ആളാണ് തോപ്പിൽ ഭാസി. അദ്ദേഹത്തെ ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നു. മനോഹരമായ ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം അശ്വമേധം പോലെ എഴുതിയിട്ടുണ്ട്. ആ നാടകങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ആളുകളിൽ ജീവിക്കുക തന്നെ ചെയ്യും.